ഇന്ന് നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ഈസിയാണ്, അധികം സമയമൊന്നും എടുക്കില്ല ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈസി ആയിട്ടില്ല ഈ ഒരു ചോക്ലേറ്റ് പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന് തുടങ്ങുമ്പോൾ അതിലേക്കൊരു 1/2 കപ്പ് കോൺ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു ഉപ്പും ബട്ടറും കോണും എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ യോജിച്ച് വരുമ്പോഴേക്കും നമ്മുടെ കോണെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും തന്നെ ഇതിങ്ങനെ പോപ്കോൺ ഉണ്ടായി തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് സാധാരണ പോപ്കോൺ ഉണ്ടാക്കണ പോലെ തന്നെ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂടിക്ക് ഒരു ചെറിയ ഹോളുണ്ട്. അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ വിസിൽ വെക്കാതെ മൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ദാ നമ്മുടെ കോണൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുകയാണല്ലോ, അപ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് കുക്കിംഗ് ചോക്ലേറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കണേ. ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും ചോക്ലേറ്റ്. അപ്പോൾ എല്ലാതും ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടും ഈ ഒരു പോപ്കോണിൽ. അപ്പോൾ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത കുക്കിംഗ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ചിട്ടൊരളവൊന്നുമില്ല, നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ കോണിലൊക്കെ ചോക്ലേറ്റ് ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടണ രൂപത്തിൽ നന്നായിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും വരാം പുതിയ നല്ല റെസിപ്പീസുമായി. താങ്ക് യു.